السلام عليكم ورحمة الله وبركاته. الحمد لله الواحد القهار العزيز الغفار مكور ليل النهار ما شاء الله كان. نحمده ونستعينه ونستغفره ونؤمن به ونستهديه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير. وإن جاهداك على أن تشرك بي ما ليس لك به علم فلا تطعهما وصاحبهما في الدنيا معروفا واتبع سبيل من أناب إلي ثم إلي مرجعكم فأنبئكم بما كنتم تعملون. പ്രിയ നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരായി ജീവിച്ചു മരിക്കാൻ പ്രവർത്തിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ലോകം അനുനിമിഷം തിന്മയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ വല്ലാതെ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചില പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പുതിയ ജനറേഷൻ അവർ പറയുന്നു അവർ യൂത്ത് വൈബാണെന്ന്. പ്രായമുള്ള ആളുകൾ അവർ പറയുന്നു തന്ത വൈബാണെന്ന്. ഇതെല്ലാം ലോകത്ത് വന്ന അധപ്പതനത്തിൻ്റെ അടയാളങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ച ദീനിൽ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ ഇജ്ലാലില്ലാഹി തആല, അല്ലാഹു തആലയെ ആദരിക്കുന്നതിന് സമമാണ് ഇജ്ലാല ദിശൈബത്തിൽ മുസ്ലിം, പ്രായമുള്ള വാർദ്ധക്യമുള്ള ആളുകളെ ബഹുമാനിക്കുക എന്നത് അള്ളാഹുവിനെ ആദരിക്കുന്നതിന് സമാനം. അത്ര ആദരവോടുകൂടി പ്രായമുള്ള ആളുകളോട് പെരുമാറണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പക്ഷേ പുതിയ തലമുറ അവർ അവഗണിക്കുകയാണ്. സ്വന്തം വീട്ടിലുള്ളവരെയും നാട്ടിലുള്ളവരെയും ഏത് സാഹചര്യത്തിലുള്ളവരെയും പ്രായം വന്നു കഴിഞ്ഞാൽ എല്ലായിടങ്ങളിലും അവഗണനയാണ്. ആ അവഗണന സമൂഹത്തിൽ മതരംഗത്തുണ്ട്, രാഷ്ട്രീയ രംഗത്തുണ്ട്, എല്ലാ രംഗത്തുമുണ്ട്, കുടുംബത്ത് പ്രത്യേകിച്ചുണ്ട്. മക്കൾക്ക് ആരോഗ്യമുള്ള കാലം വരികയും ആ ആരോഗ്യകാലം അവർക്ക് നിലനിൽക്കുമെന്നൊരു ധാരണ അവർക്കുണ്ട് എന്ന് മാത്രവുമല്ല, ലോകത്ത് വരുന്ന അള്ളാഹു ഇടപെടുന്ന മാറ്റങ്ങൾ ഭയങ്കരമാണ്. അള്ളാഹു ആദ്യം നമ്മളെ സൃഷ്ടിച്ചതിനെ പറ്റി അള്ളാഹു പറയുന്നു, ഹുവല്ലദീ ഖലഖക്കും മിൻ തുറാബ്, അള്ളാഹു നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. സുമ്മ മിൻ നുത്ഫ, പിന്നെ നിങ്ങളെ ഇന്ദ്രിയത്തുള്ളിലേക്ക് മാറ്റി. സുമ്മ മിൻ അലക്ക, പിന്നെ രക്തപിണ്ഡത്തേക്ക് മാറ്റി.
സുമ്മ യുഖ്രിജുക്കും തിഫ്ല, പിന്നെ നിങ്ങളെ കുട്ടിയായി പുറത്തേക്കിറട്ടു. അള്ളാഹു മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തേക്കിറട്ടു. സുമ്മലി തെബുത്തഹു അശുദ്ധക്കും, പിന്നെ നിങ്ങൾക്ക് നല്ല ആരോഗ്യ ദൃഢഗാത്രന്മാരായ പേശി മാംസപേശികളും ശക്തിയുള്ള മസിൽ പവറുമുള്ളവരാക്കി. സുമ്മലി തെക്കൂനു ശുയൂഹ, പിന്നെയും നിങ്ങൾ അള്ളാഹു വൃദ്ധരാക്കി. ഇതൊന്നും നിങ്ങളാവുകയല്ല, അള്ളാഹു ഇടപെടുകയാണ്. അതാണ് ആദ്യം അറിയേണ്ടത്. അള്ളാഹുവാണ് എന്നെ കുട്ടിയാക്കിയത്, അള്ളാഹുവാണ് എന്നെ യുവാവാക്കിയത്, അള്ളാഹുവാണ് എന്നെ വൃദ്ധനാക്കുന്നത്. എൻ്റെ എല്ലാ കഴിവുകളും തന്നതും അള്ളാഹുവാണ്, എടുത്തു കളയുന്നതും അള്ളാഹുവാണ്. ബോധ്യപ്പെടണം. ഒമിൻകും മൻ യുത്തവഫ മിൻ ഖബൽ, ചിലർ പ്രായമാകുന്നതിന് മുമ്പ് തന്നെ യൗവനത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് യാത്രയാവും, അല്ലേ? പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഭൂലോകത്ത് നടക്കുന്നത്. അതുപോലെ അല്ലക്കും തയക്കിലും നിങ്ങളും ചിന്തിക്കണം, ആ കാര്യങ്ങൾ ചിന്തിക്കണം. ഇങ്ങനെയാണ് നടക്കുന്നത്. അള്ളാഹു കുഞ്ഞായി പിറവി നൽകി, പിന്നീട് നല്ല യൗവനത്തിലേക്ക് കൊണ്ടുവന്നു, പിന്നെ വൃദ്ധനാക്കി. ഇതൊന്നും ആക്കിയത് നമ്മളല്ല, ആണോ? ഈ ഇരിക്കുന്ന ഞാനടക്കമുള്ള ആളുകൾ വൃദ്ധരായത് നമ്മളാക്കിയതല്ല. നമുക്ക് ഇപ്പോഴും കൊതി എന്താ? യുവാവാകാനാണ്. പക്ഷെ യുവാവൂല, ആവോ? അതെന്തുകൊണ്ടാ? അള്ളാഹുവിൻ്റെ തീരുമാനം അതാണ്. അള്ളാഹു തന്നെ പറയുന്നുണ്ട്, എന്ത്? അള്ളാഹു പറയുന്നു, ലി കൈലായ അയലമൻപായത് എൽമിൻ ചെയ്യാം. വൃദ്ധരായി കഴിഞ്ഞാൽ ഒരുപാട് അറിവുണ്ടായിരുന്നു, എല്ലാം മറന്നുപോയി. യാതൊരു അറിവുമില്ലാത്തവനെ പോലെ അള്ളാഹു ആക്കിയെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചപ്പോൾ വീണ്ടും പറഞ്ഞു, അള്ളാഹുല്ലദീ ഖലഖക്കും മിൻ ളഅബ്, ദൗർബല്യതയോടുകൂടിയാണ് അള്ളാഹു സൃഷ്ടിച്ചത്. സൂറത്ത് റൂമിൽ അല്ല പറയാം, അള്ളാഹുല്ലദീ ഖലഖക്കും മിൻ ളഅബ്, ദുർബലതയോടുകൂടിയാണ് അള്ളാഹു സൃഷ്ടിച്ചത് കേട്ടോ. പിന്നെ സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വ, പിന്നെ അള്ളാഹു നിങ്ങളുടെ ദൗർബല്യത്തിന് ശേഷം നിങ്ങൾക്ക് ആരോഗ്യ ദൃഢഗാത്രരായ മാംസപേശികളൊക്കെ നൽകി ശക്തി പ്രാപിച്ചു. സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളഅഫ, വീണ്ടും അള്ളാഹു നിങ്ങളുടെ ആരോഗ്യ ദൃഢഗാത്രരായ നിങ്ങളുടെ മാംസപേശികൾക്ക് തളർച്ച സംഭവിപ്പിച്ചു. വശൈബ, നരയും തന്നു. യഖ്ലുഖുമാ യശാ, അവൻ ഉദ്ദേശിക്കുന്ന പോലെ അവൻ സൃഷ്ടിക്കുന്നു, നിങ്ങൾക്ക് ഇടപെടാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. വഹുവൽ അലീമുൽ ഖദീർ, അവനെല്ലാം അറിയുന്നവനും എല്ലാറ്റിനും കഴിവുള്ളവനാണ്. നമ്മളെ വാർദ്ധക്യത്തിലേക്ക് കൊണ്ടുപോയതും അള്ളാഹു തന്നെ, യൗവനത്തിൽ നിലനിർത്തിയത് അള്ളാഹു തന്നെ. അതുകൊണ്ട് ഇതെല്ലാം ഈ ആയത്തുകളെല്ലാം പഠിപ്പിച്ചതിന് ശേഷം വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, വമൻ നുഅമ്മിറുക്കും, സൂറത്ത് യാസീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. വമൻ നുഅമ്മിറുക്കും, ആർക്ക് നാം ദീർഘായുസ് നൽകിയോ, നുനസ്കിസുഹു ഫിൽ ഖൽഖ്, അവരെ നാം സൃഷ്ടിപ്പിൽ വീണ്ടും മാറ്റം വരുത്തും. അതെങ്ങനെ? നല്ല ദൈർഘ്യമുള്ള ആയുസ് നൽകിയാൽ പിന്നെ എന്താ? നുനക്കിസു ഫിൽ ഖൽഖ് എന്ന സൃഷ്ടിപ്പിൽ എന്ത് വരുത്തും? വിപരീതാവസ്ഥ. വിപരീതാവസ്ഥ പറഞ്ഞാൽ കുട്ടിക്കാലത്തേക്ക് തന്നെ കൊണ്ടുപോവുക, അല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ ഓർമ്മക്കുറവ്, കുട്ടികൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കും പ്രായം വന്നാൽ, അല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ അറുതലുള്ള ഉംറ് അള്ളാഹുവെ നൽകരുതെന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത്. അള്ളാഹുമിന്നി ഔദു ബിക മിൻ അറുതലിൽ ഉംറ്, അള്ളാഹുവെ പ്രായം വന്ന് എന്താണ് പറയുന്നതെന്നോ, എന്താണ് കേൾക്കുന്നതെന്നോ, എന്താണ് മനസ്സിലാക്കേണ്ടതെന്നോ, അവരെന്താ പറഞ്ഞതെന്നോ മനസ്സിലാക്കാൻ കഴിയാത്തൊരു പ്രായം പഠിച്ചോനെ നൽകല്ല. അതെന്താ? വീണ്ടും എന്താവും? നുനക്കിസു ഫിൽ ഖൽഖ്, സൃഷ്ടിപ്പിൽ അള്ളാഹു എന്തെയും പരിവർത്തനം വരുത്തും. എങ്ങോട്ടേക്ക്? കുട്ടിക്കാലത്തേക്ക്, ജനിച്ച നാളിലേക്ക്. പ്രായം വന്നാൽ ഇടല്ലേ? കുട്ടിക്കാലത്ത് നമ്മൾ മാലിന്യത്തിൽ അടിച്ചു, അല്ലേ? നമ്മൾ കാട്ടിച്ചതിൽ, നമ്മൾ മൂത്രിച്ചതിലൊക്കെ അടിച്ചു. പക്ഷേ പ്രായം വന്നപ്പോഴോ അതെല്ലാം എടുത്ത് ചുമരിലേക്ക് എറിഞ്ഞു, അല്ലേ? ഇതല്ല സൂറത്ത് യാസീനിൽ പറയുന്നത്. ഇതൊക്കെ ചെയ്യുന്ന അള്ളാഹുവാണ്. അതാണല്ലോ പറഞ്ഞത്, അള്ളാഹു വഹുവൽ അലീമുൽ ഖദീർ, അള്ളാഹു എല്ലാം അറിയുന്നവനും എല്ലാറ്റിനും കഴിവുള്ളവൻ. മറക്കണ്ട. ഏത് യൗവനവും നല്ല ആരോഗ്യം ദൃഢഗാത്രരായ ആളുകൾക്ക് പലപ്പോഴും തോന്നുന്നത് അറിയാം, എൻ്റെ ആരോഗ്യം പോകില്ല, ഞാൻ എന്നും ഇവിടെ ആരോഗ്യത്തോടുകൂടി നിലക്കും. ഇല്ല, ഒരു ചെറിയ രോഗം വന്നാൽ മതി, അടിപടലം മാറും, അല്ലേ? എത്ര ആളുകളുണ്ട് അങ്ങനെ. ഇപ്പം നിങ്ങൾ നോക്കേണ്ടി, പ്രായമുള്ള ആളുകൾ കസേരയിലിരിക്കുന്നതിനേക്കാൾ കൂടുതൽ യുവാക്കളാണ്. നിങ്ങൾ പള്ളിയിൽ നോക്കേണ്ടി. എന്താ കാരണം? അവരെ അള്ളാഹു തിരുത്തുകയാണ്. അതൊക്കെ അവർക്കൊരു പരീക്ഷണമാണ്, തിരിച്ചു അള്ളാഹുലേക്ക് മടങ്ങാൻ. ലഅല്ലഹും യർജൂൻ, അവർ തിരിച്ചു മടങ്ങാൻ അള്ളാഹു ഇങ്ങനത്തെ പരീക്ഷണം കൊടുക്കുന്നു നമുക്കൊക്കെ. അപ്പം അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, വാർദ്ധക്യമുള്ള ആളുകളോട് അവഗണന പാടില്ല, അവരെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളുടെ മാതാപിതാക്കളാണെങ്കിൽ പോലും നമ്മളിൽ 90% ആളുകളും മാതാപിതാക്കൾ നമ്മൾ അങ്ങേയറ്റം വെറുക്കുന്നവരാണ്, ഉമ്മനും ബാപ്പനും. കാരണം എന്താ? നമ്മൾ പെണ്ണിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെണ്ണ് മതി, പിന്നെ നമുക്ക് മക്കൾ മതി, നമ്മളെ മക്കൾ മതി, അല്ലേ? അള്ളാഹു തിരിച്ചടിക്കും, യാതൊരു സംശയം വേണ്ട. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സൂറത്ത് ലുഖ്മാനിൽ പറഞ്ഞ ഒരായത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ
കേൾപ്പിച്ചത്. നമുക്കൊന്ന് കേൾക്കാം. അള്ളാഹു മനുഷ്യനോട് കൽപ്പിക്കുന്നു. വസൈനൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് വസിയത്ത് കൊടുക്കുന്നു, കൽപ്പിക്കുന്നു. അമറ എന്നാണ് തഫ്സീറിൽ വന്നത് അർത്ഥം. വസൈനൽ ഇൻസാൻ മനുഷ്യനെ നാം കൽപ്പിക്കുകയാണ്. എന്തിന്? ബി വാൽദേഹി മാതാപിതാക്കളുടെ വിഷയത്തിൽ. എന്താ കാരണം കൽപ്പിക്കാൻ കാരണം? ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, പ്രയാസത്തിന്മേൽ പ്രയാസം വഹിച്ചുകൊണ്ടാണ് 10 മാസം നമ്മളുടെ ഉമ്മ നമ്മളെ ചുമന്നത്. പിന്നെ ഫിസാലുഹു ഫി ആമൈൻ, 2 വർഷത്തോളം നമ്മളെ പിരിയാതെ നമുക്ക് മുലയൂട്ടി, അല്ലേ? അതുകൊണ്ടെന്ന് വേണം അനിഷ്കുർലി, അതുകൊണ്ട് അള്ളാഹു പറയുന്നു നീ എനിക്ക് നന്ദി കാണിക്കണം. ആ അമ്മിഞ്ഞപ്പാൽ, ആ മാതാവിൻ്റെ മുലപ്പാലിൽ അള്ളാഹു ബ്രസ്റ്റിൽ നൽകിയതിന് നീ അവർക്ക് അള്ളാഹുവിന് നന്ദി കാണിക്കണം. വലി വാലിദൈക്ക, നിന്റെ മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കണം. നന്ദി കാണിക്കാണെന്നാലോ അള്ളാഹ് പറയാ ഇലയ്യൽ മസീർ, മടക്കം എന്നിലേക്കാണെന്ന് മറക്കണ്ട എന്ന് പറയുന്ന അർത്ഥം എന്താ? ഭയങ്കരമായ ഭീഷണി അല്ലാതെ മടക്കം അല്ലാലേക്കാ. തെറ്റുകൾ പലപ്പോഴും വരും. നമ്മൾ കല്യാണം കഴിഞ്ഞ് ഉടനെ നമ്മളെ ഭാര്യ പറയും നമുക്ക് ഇവിടുന്ന് മാറണം, നിങ്ങളെ അമ്മൻ്റെപ്പൻ്റെയും നിങ്ങളെ പെങ്ങന്മാരെയും നിങ്ങളെ കുടുംബത്തിൻ്റെയും കൂടി ഒന്ന് നിൽക്കാൻ എനിക്ക് കഴിയൂല, അല്പം പ്രയാസമാണ്, അങ്ങനെ പറയും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഓളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? എന്നാൽ പോയിക്കാളാം, അല്ലേ? അങ്ങനെ പോയാലോ മടക്കം എന്നിലേക്കാന്ന് മറക്കണ്ട കേട്ടോ. മയ്യത്ത് 3 കണ്ട തുണി പൊയിഞ്ഞിട്ട് എങ്ങോട്ടാ പോകണമെന്ന് നിങ്ങൾ മറക്കണ്ട. അത് നിങ്ങളെ ഭാര്യ വീട്ടിലേക്കല്ല മയ്യത്ത് പോവുക, ആ മയ്യത്ത് റബ്ബിലേക്കാണ്. അത് മറക്കണ്ട കേട്ടോ. ഒരു ചെറിയ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ വിഷമിപ്പിച്ചാൽ, വേദനിപ്പിച്ചാൽ ഒരിക്കലും പിന്നെ സ്വർഗപ്രവേശനം ഉണ്ടാവില്ല, മറക്കണ്ട കേട്ടോ. അതുകൊണ്ട് തെറ്റൊക്കെ മനുഷ്യന്മാർക്ക് എന്തായാലും വരും. പ്രായത്തിൻ്റെ ചാബല്യം കൊണ്ട്, ചിലപ്പോൾ വൈകാരികമായ ഒരുപാട് വികാരങ്ങളുടെ തള്ളിച്ച കൊണ്ട്, ചിലപ്പോൾ നമ്മളുടെ ഭാര്യ പറയുന്നതെല്ലാം കേട്ട് നമ്മളെ മാതാപിതാക്കളെ വെറുക്കുകയോ അല്ലെങ്കിൽ അകറ്റുകയോ അവഗണിക്കുകയോ ഒക്കെ ചെയ്തേക്കാം. പലപ്പോഴും നമ്മൾ പറഞ്ഞെന്താ നമ്മളെ ഭാര്യനോട് കുറച്ച് പ്രായമായതാണ്, നീ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അങ്ങനെയല്ല പറയേണ്ടത്. ആ മാതാപിതാക്കളുടെ കാൽച്ചുവട്ടിലാണ് നമ്മളെ സ്വർഗം. അതുകൊണ്ട് നമ്മൾ വിനയത്തോടു കൂടി ജീവിക്കണം. നമ്മൾ എത്രത്തോളം താവാൻ കഴിയും അത്രത്തോളം താഴ്ന്ന് ജീവിക്കണം എന്നാണ് നമ്മൾ ഭാര്യനോട് പ്രതീക്ഷിക്കുക. അല്ലാണ്ട് ഭാര്യനോട് നീ അഡ്ജസ്റ്റ് ചെയ്യേണ്ട അമ്മനെന്ന് പറയരുത് കേട്ടോ. മാതാപിതാക്കൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതല്ല, അവരോടുള്ള ബന്ധം മുറിഞ്ഞു പോയാൽ നമ്മൾ സിംഹാസനവുമായുള്ള ബന്ധം മുറിഞ്ഞു പോകും. അള്ളാൻ്റെ സിംഹാസനവുമായുള്ള ബന്ധം മുറിയുക. ഭാര്യനായിട്ട് മുറിഞ്ഞാൽ സിംഹാസനമായിട്ട് ബന്ധം മുറിയില്ല കേട്ടോ. അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞത്? മൻ ഫല്ലല സൗജത്തുഹു അലാ ഉമ്മിഹി, മാതാപിതാക്കളെക്കാൾ പ്രാധാന്യം ഭാര്യയ്ക്ക് നൽകിയാൽ ഫലൈഹി ലഅനത്തുള്ള, ആ കുടുംബത്തിൽ അള്ളാന്റെ ശാപം വന്നിറങ്ങും അറിയില്ല. അങ്ങനെ എത്ര ആളുണ്ടല്ലേ, ഉമ്മനെയും ബാപ്പാനെയും വെറുത്ത് സ്വന്തം വേറെ വീട്ടിലേക്കൊക്കെ പോയി മാറി താമസിച്ച് അവസാനം മക്കൾക്ക് ഒരു ഭാഗം കുഴഞ്ഞ്, ഒന്നിന് ഒരു ഭാഗം കുഴഞ്ഞത്, മറ്റേന് ക്യാൻസർ, എന്തെല്ലാം രോഗമാണ് അള്ളാഹു ഇടപെട്ട് നൽകുക അല്ലേ? എന്തേ കാരണം? അപ്പം നമ്മൾ ആലോചിക്കുന്നത് അന്ന് നമ്മളെ ഉമ്മാനി ഉപ്പാനി അവഗണിച്ച് പുറത്തിറങ്ങി, അവരെ പരിഗണിക്കേണ്ടി വരുമല്ലോ എന്ന് കരുതിയിട്ട് പലതും ഒരു പലഹാരം പോലും വീട്ടിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി മാത്രം സ്വന്തം ഉമ്മയും ബാപ്പയും കാണാണ്ട് മെല്ലെ റൂമിലേക്കിട്ട് കൊണ്ടുപോകും അല്ലേ? എത്ര ആണുങ്ങൾ, ഇതൊക്കെ പുരുഷന്മാരാ. ഇതൊന്നും ഇസ്ലാമിൻ്റെ ഭാഷയിൽ നിങ്ങൾ നിസ്കരിച്ചൊന്നും കാര്യമില്ല കേട്ടോ. ഞാൻ പറയാം, അള്ളാഹു പറയാം, നിങ്ങൾക്ക് നിങ്ങളെ മാതാപിതാക്കളോട് ധിക്കരിക്കേണ്ട ഒരു ഘട്ടേ പറയുന്നു, ഒറ്റഘട്ടം. അതാരാ? എന്താ? മഹാനായ സഅദ് ബിൻ അബി വക്കാസ് ഇസ്ലാം മതം സ്വീകരിച്ചു, എന്ന് പറഞ്ഞാൽ തൗഹീദ് സ്വീകരിച്ചു. ഉമ്മയും ബാപ്പി മുസ്ലിം അല്ല, കാഫറാണ്. സഅദ് ബിൻ അബി വക്കാസിൻ്റെ ഉമ്മയും ബാപ്പി കാഫറാണ്, മോൻ മുസ്ലിമാണ്. കാഫറായ മാതാവ് പറയുന്നു, നീ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന്, തൗഹീദിൽ നിന്ന് തിരിച്ച് നമ്മളുടെ മാർഗത്തിലേക്ക് വരുന്നില്ലെങ്കിൽ ഞാൻ ഇനി ജീവിതത്തിലൊരിക്കലും ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല, ഞാൻ ഇങ്ങനെ വിശന്ന് ദാഹിച്ച് പൊരിഞ്ഞ് മരിക്കും. ഉമ്മ മോനോട് പറയാം. ആ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ത് ചെയ്യണം, എന്ത് ഫത്വയാണ് ഞാൻ ഇപ്പോൾ അവിടെ സ്വീകരിക്കേണ്ടത്? എൻ്റെ ഉമ്മ അത്രമാത്രം എന്നെ താലോലിച്ച് പോറ്റി വളർത്തി, ഇപ്പോൾ പറയുന്നു ആദർശത്തിൽ നിൽക്കാൻ പാടില്ല, തൗഹീദ് വെടിയണം. എന്തു ചെയ്യണം? ഈ തൗഹീദ് വെടിഞ്ഞാൽ എൻ്റെ ഉമ്മാനെ സ്നേഹിക്കുക, തൗഹീദ് സ്വീകരിച്ചാലോ അള്ളാഹിനെ സ്നേഹിക്കുക. എന്ത് വേണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്യണമെന്നുള്ള ഫത്വയ്ക്ക് വേണ്ടി നബിൻ്റെ അടുത്ത് വന്നു. അപ്പോഴാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത്, വൈൻ ജാഹദാക, ആ മാതാപിതാക്കൾ ശിർക്ക് ചെയ്യാൻ നിന്ന് നിർബന്ധിക്കുകയാണെങ്കിൽ. അങ്ങനെ മുശ്രിക്കായ മാതാപിതാക്കളെ, മുസ്ലിമായതല്ല, ഇപ്പം നമ്മളുടെയൊക്കെ മുസ്ലിമായതാണ്, മുസ്ലിമാണെന്ന് പറയുന്നവരാണ്. ആണോ അല്ലെന്നുള്ള അവർക്കും അറിയുള്ളൂ, അള്ളാഹ്ക്കും അറിയുള്ളൂ.
എത്രമാത്രം ശിർക്ക് അവരുടെ ജീവിതത്തിലുണ്ട് നമുക്കറിയില്ല. എന്തായിരുന്നാലും അള്ളാഹു പറയുന്നു, വൈൻ ജാഹദാക്കാലാൻ തുശ്രികബി മാലൈസലക ബിഹി ഇൽമുൻ, പ്രമാണം കൊണ്ട് നിനക്ക് അറിവില്ലാത്ത മാതാപിതാക്കൾ പറയുന്നു അള്ളാഹുവിൽ പങ്കു ചേർക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ ലാത്തയും ഉസയെയും മനാത്തെയും വദ്ദിനെയും സുവാഹിനെയും യഹൂസിനെയും ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കണം. അല്ലെങ്കിലോ മൊയ്തീൻ ഷെഹ്, ബദരീങ്ങൾ, മമ്പത്തങ്ങൾ, അങ്ങനെ ആരായിരുന്നാലും ആരെങ്കിലുമൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കണം. ഇന്ന ആളുകൾക്ക് ഇന്ന കഴിവുണ്ട്, അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ വെക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. നമുക്ക് ഇന്ന സ്ഥലത്തേക്ക് സിയാറത്തിന് പോകണം, നമുക്കൊന്ന് മടവൂർ ഔലിയൻ്റെ അടുത്ത് പോകണം എന്ന് ഉമ്മ പറയുന്നു. ശാഠ്യം പിടിക്കുകയാണ്. എന്ത് ചെയ്യും? അതാണ് ഇവിടുത്തെ വിഷയം. അപ്പം അള്ളാഹിൻ്റെ പ്രവാചകൻ്റെ അടുത്ത് പ്രവാചകന് മറുപടിയില്ല. അപ്പോഴാണ് വിശുദ്ധ ഖുർആന്റെ ആയത്തിറങ്ങുന്നത്, വൈൻ ജാഹദാക്ക, അവർ രണ്ടുപേരും നിന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ, അലാൻ തുശ്രികബി, എന്നോട് പങ്കു ചേർക്കാൻ, മാലൈസ്ലക ബിഹി ഇൽമുൻ, പ്രമാണം കൊണ്ട് നിനക്ക് അറിവില്ല, ഖുർആനിലോ ഹദീസിലോ അങ്ങനെ ഒരു വിഷയം നീ പഠിച്ചില്ല, അങ്ങനെയാണെങ്കിൽ ഫലാ തുതിഉഹുമാ, അവർ രണ്ടുപേരെയും അനുസരിക്കരുത്. അപ്പോഴാണ് സഅദ് ബിൻ അബി വഖാസ് ഉമ്മാനോട് വന്ന് പറയുന്നത്, ലൗ കാനത്തിലേക്ക് മിയത്തു നഫ്സ്, നിങ്ങൾക്ക് 100 നഫ്സ് ഉണ്ടാവുകയും ആ 100ഉം ഈ ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ നിങ്ങൾ പൊരിഞ്ഞു മരിക്കുകയാണെങ്കിലും ആദർശത്തിൽ നിന്ന് ഒരു അണു അളവ് വ്യത്യാസം ഞാൻ വരുത്തൂല. അനുസരിക്കാൻ പാടില്ല, അവിടെ അനുസരിക്കാൻ പാടില്ലാത്തുള്ളൂ. ബാക്കി ഒന്നും. ഉമ്മ പറയാണ്, ഇപ്പം രാത്രിയാന്ന് പറഞ്ഞാൽ, മോനെ രാത്രിയായില്ലേ, ലൈറ്റ് ഇട്ടാൾ കാരണം ലൈറ്റ് ഇട്ടോളണം, ഉമ്മനെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. അതായത് ഇപ്പം രാത്രിയായില്ലേ, വെറുതെ കരണ്ട് ദിവസം തീർക്കണ്ടെന്ന് പറയണ്ട. പക്ഷെ ഉമ്മനെ ബാപ്പാനെ അനുസരിക്കാൻ പാടില്ലാത്തൊരൊറ്റ കെട്ടുള്ളൂ. അതെന്താ? അലാൻ തുശ്രികബി മാലൈസ്ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ. എന്നിട്ടോ ഖുർആൻ പറയാം, വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, നിന്റെ മാതാപിതാക്കൾ മുശ്രിക്കാകാം, കാഫറാകാം, പക്ഷേ വസാഹിബുഹുമാ, അവർ രണ്ടോടും നീ സഹവസിക്കണം. എങ്ങനെ? ഫിദ്ദുനിയ, ഭൗതിക കാര്യങ്ങളിലും, മഅറൂഫൻ, വളരെ നല്ല നിലക്ക്. ഉമ്മയും ബാപ്പയും മുശ്രിക്കാണ്, അതുകൊണ്ട് അവരെന്ത് ചെയ്യണ്ട? അവരെ അവഗണിക്കേണ്ട, അവരോട് പ്രയാസപ്പെടുത്തരുത്, അവരെ വേദനിപ്പിക്കരുത്. വേദനിപ്പിച്ച അള്ളാഹിനോട് മറുപടി ഉണ്ട്. കാഫറാണെങ്കിൽ പോലും, മാതാപിതാക്കൾ കാഫറാണെങ്കിൽ പോലും അവരെ വേദനിപ്പിച്ചാൽ റബ്ബിനോട് മറുപടി ഉണ്ട്. അവിടെ പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞത്, വത്തബി സബീല മൻ അനാബയിലേക്ക്, എന്നിലേക്ക് കരിച്ചു മടങ്ങിയവരുടെ മാർഗ്ഗം നീ സ്വീകരിക്കേണ്ടത്, അല്ലാണ്ട് നീ അവരെ വേദനിപ്പിക്കരുത് കേട്ടോ. സുമ്മ ഇലയ്യ മർജിയുക്കും, പിന്നെ മടക്കം എന്നിലേക്കാണ് അവിടെ അള്ളാഹ് പറഞ്ഞതാ. സുമ്മ ഇലയ്യ മർജിയുക്കും, നിന്റെ മയ്യത്തെന്നിലേക്ക് മടങ്ങി വരും. ഫഉനബ്ബിയുക്കും ബിമാ കുൻതും തഅമലൂൻ, ഫഉനബ്ബിയുക്കും, അപ്പോൾ ഞാൻ നിന്നെ അറിയിക്കും, ബിമാ കുൻതും തഅമലൂൻ, എന്തൊക്കെയാണ് നീ പ്രവർത്തിച്ചത്. ദുനിയാവിൽ ആരൊക്കെ സന്തോഷിപ്പിച്ചു, എന്തിനു വേണ്ടി? ആരൊക്കെ നിങ്ങൾ അവഗണിച്ചു, എന്തിനു വേണ്ടി? മാതാപിതാക്കളെ വേദനിപ്പിച്ചത് എന്തിനു വേണ്ടി? ഈ കാര്യത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുകയും മറുപടി പറയുകയും വേണം. ഇതാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സൂറത്തുൽ അങ്കബൂത്തിലും അല്ലാഹു ഇതേ വിഷയം പറയുന്നുണ്ട്. വസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്ന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയാണ്. വൈൻ ജാഹദാക്കലി തുശ്രിക ബി മാലൈസ്ലക ബിഹി ഇൽമുൻ, അറിവില്ലാത്ത വിഷയത്തിൽ അവർ നിന്നോട് ശിർക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടാലോ ഫലാ തുതിഉഹുമാ, അനുസരിക്കേണ്ട. ഇലയ്യ മർജിയുക്കും, മടക്കമെന്നിലേക്കാണ് മടക്കേണ്ടത്. ഈ പറഞ്ഞ കാര്യം ജീവിതത്തിൽ പകർത്താതെ മരിച്ചുകൊണ്ട് വരണ്ട. ഇലയ്യ മർജിയുക്കും ഫഉനബ്ബിയുക്കും ബിമാ കുൻതും തഅമലൂൻ, സൂറത്തുൽ അങ്കബൂത്തിൽ 8-ാമത്തെ ആയത്തിൽ അല്ലാഹു വിശദീകരിക്കുക. അപ്പം മാതാപിതാക്കളുടെ വിഷയത്തിൽ ഒരു കാരണവശാലും ഒരു രക്ഷയും നമുക്കില്ല. വിട്ടുപോയാൽ, പ്രയാസപ്പെടുത്തിയാൽ, സങ്കടപ്പെടുത്തിയാൽ പിന്നെ രക്ഷയില്ല കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഒരു ഹദീസിൽ പറയുന്നു, ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖുൽ ഉമ്മഹാത്ത്, മാതാപിതാക്കൾ വേദനിച്ചാൽ സ്വർഗം ഹറാമായി. ശിർക്കാണ് അതുപോലെ അല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. മാതാപിതാക്കൾ വേദനിച്ചാൽ സ്വർഗം ഹറാമാവും. ഹറമ അലൈക്കും, നിങ്ങൾക്ക് ഹറാമാക്കി. അവരെ വേദനിപ്പിച്ചാൽ മതി. എത്രയോ പ്രാവശ്യം നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? ചിലപ്പോൾ നമ്മൾ ഒരു ചൂണ്ടുവരലുണ്ടാവാം, ചിലപ്പോൾ നമ്മളുടെ ഭാഷ കൊണ്ടാവാം, ചിലപ്പോൾ നമ്മളുടെ മുഖം തിരിക്കലും ഉണ്ടാവാം, ചിലപ്പോൾ അവഗണിച്ചതുണ്ടാവാം, ചിലപ്പോൾ അവർ സംസാരിക്കാൻ തുടങ്ങിയാൽ പിണീറ്റ് പോയതായിരിക്കാം അല്ലേ? എന്തായാലും കാരണം അറിയാം. ഞാൻ പറഞ്ഞില്ലേ, യൂത്ത് വൈബ്, തന്ത വൈബ്, വല്ലാത്ത വാക്കുകളാണ്. എന്ത് ന്യൂ ജനറേഷൻ അത്? എവിടുന്ന് കിട്ടി ഈ സംസ്കാരം? ഏത് പശ്ചാത്യൻ രാജ്യങ്ങളിൽ മാതാപിതാക്കൾ ഇല്ലല്ലോ. അവർ ജനിച്ച് വളർന്നു കഴിഞ്ഞാൽ ഓല വഴിക്ക് പോയി, ഇവരെ യാതൊരു ബാധ്യതയില്ല. അങ്ങനത്തെ സംസ്കാരമല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാമിൻ്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ പവിത്രമാണ്, പരിപാവനമാണ്, അത് പൂ പോലെ സ്പന്ദമാണ്. അത് ജീവിതത്തിൽ നിങ്ങൾ പകർത്തിയാൽ നിങ്ങളുടെ ഇരു ലോകവും അല്ലാഹു നൽകും. മനസ്സിലായി? അപ്പോൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മളുടെ മാതാപിതാക്കളോട് നമ്മൾ ഇഹ്സാൻ ചെയ്തേ പറ്റൂ കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്
സ്വർഗപ്രവേശനം ആഗ്രഹിച്ചുകൊണ്ട് നരകമുക്തനാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു സഹാബി വന്നിട്ട് റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, അഖ്ബിർനി ബി അമലിൻ യുദ്ഖിൽനിൽ അൽ ജന്ന, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു കാര്യം, ഒറ്റ കാര്യം, ഒരു പ്രവർത്തനം എനിക്ക് പറഞ്ഞു തരണം. ഓ യുബായിദൂനി മിനന്നാർ, നരകത്തിൽ നിന്ന് എന്നെ അകറ്റപ്പെടുത്തുകയും അകറ്റപ്പെടുത്തുകയും സ്വർഗത്തിൽ എനിക്ക് പ്രവേശനം ലഭ്യമാവുകയും ചെയ്യുന്ന ഒരു ഒറ്റ അമല്. ഫഖാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅബ്ദുല്ലാ, നീ അല്ലാഹനെ മാത്രം ആരാധിക്കണം, വലാ തുശ്രിക് ബിഹി ഷൈഅ, അല്ലാഹിൽ പങ്കു ചേർക്കരുത്, വ തുഖീമ സലാത്ത്, നമസ്കാരം നിലനിർത്തണം, വ തൂതി സകാത്ത്, സക്കാത്ത് കൊടുക്കണം, വ തസ്ലു റഹം, രക്തബന്ധം, നമ്മളുടെ ഉമ്മാൻ്റെയും മക്കളുടെയും ഒരു പൊക്കിൾക്കൊടി ബന്ധമുണ്ടല്ലോ, അത് ചേർത്താണെന്നാ സുഹൃത്ത് കയറാൻ കഴിയില്ല കേട്ടോ. അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമല്ല, അവർ മരണപ്പെട്ടാലും അവർക്ക് മാത്രമല്ല, അതാ രസം, ഇസ്ലാം പഠിപ്പിക്കുന്ന സംസ്കാരം നോക്കുന്നത്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ മാത്രമല്ല, അവരുടെ സുഹൃത്തുക്കൾ, നമ്മളുടെ മാതാപിതാക്കളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരെ പോലും നമ്മൾ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. നമ്മളുടെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും സുഹൃത്തുക്കൾ പിമ്മയൊക്കെ മരിച്ചതിന് ശേഷം നമ്മൾ ഏറ്റവും ചെയ്യണം, അവർ സഹാബത്തങ്ങനെ, മാതാപിതാക്കൾ മരണപ്പെട്ടു പോയാൽ എന്ത് പുണ്യമാണ് ഇനി ഞാൻ ചെയ്യേണ്ടത്? റസൂലുള്ളാഹിനോട് ഒന്ന് ചോദിക്കുക. മാലിക് ഇബ്നു റബീഅത്ത് ബിൻ സായിദ് റളിയല്ലാഹു അൻഹു പറയാം, ബൈനമാ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലുള്ളാഹ്, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ഇരിക്കുമ്പോൾ, ഇത് ജാഹു റജുലുൻ മിൻ ബനീ സലമ, ബനൂ സലമ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ വന്നു. ഫഖാൽ, അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹൽ ബഖിയ മിൻ ബിരി അബവയ്യ ഷൈഉൻ അബറഹുമാ ബിഹി ബഅദ മൗതിഹ, അവരുടെ ബഅദ മൗതിഹിമ, അവർ രണ്ടുപേരുടെയും മരണശേഷം അവരോട് ചെയ്യേണ്ട ഏറ്റവും വലിയ പുണ്യകർമ്മം ഏതാൻ നബിയെ? അപ്പോൾ റസൂലുള്ളാഹി പറയാം, ഫഖാല, അങ്ങനെ വല്ല പുണ്യവുമുണ്ടോ ചോദിച്ചപ്പോൾ, ഞാൻ പുണ്യമുണ്ട്. അതെന്താ? ഒന്ന് അസ്സലാത്തു അലൈഹ, അവർക്ക് വേണ്ടിയുള്ള മയ്യത്ത് നമസ്കാരം. രണ്ടാമത്തത് വൽ ഇസ്തിഗ്ഫാറു ലഹും, അവർ രണ്ടുപേർക്കുമുള്ള നിരന്തരമായ പൊറുക്കലിനെപ്പറ്റി. ജീവിച്ചിരുന്ന കാലത്ത് അവർക്ക് നമ്മൾ മരണപ്പെട്ടപ്പോൾ മയ്യിസ്കരിച്ചു. പിന്നെ വൽ ഇസ്തിഗ്ഫാർ ലഹും, അവർക്ക് ഇസ്തിഗ്ഫാറിന് വേണ്ടിയിട്ട് പടച്ചോനെ പുറത്തു കൊടുക്കാൻ, എൻ്റെ അമ്മാക്കും ബാപ്പാക്കും പുറത്തു കൊടുക്കണേ, തെറ്റ് പലതും വന്നു പോയിട്ടുണ്ട്, എൻ്റെ അഞ്ചന്മാരെയും ഏട്ടന്മാരെയും പെങ്ങന്മാരെയും കല്യാണം കഴിക്കാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന കൂട്ടത്തിൽ എൻ്റെ മാതാപിതാക്കൾക്ക് ഒരുപാട് തെറ്റുകൾ പടച്ചോനെ വന്നു പോയിട്ടുണ്ട്. നിന്നോട് ചെയ്യേണ്ട പല ബാധ്യതകൾ നിർവഹിക്കാണ്ടെയാണ് പടച്ചോനെ എൻ്റെ മാതാപിതാക്കൾ യാത്ര പോയത്, റബ്ബെ പുറത്തു കൊടുക്കണേ എന്ന് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിച്ചേ പറ്റൂ. അതാണ് അൽ ഇസ്തിഗ്ഫാർ. ഇനിയോ ഇൻഫാദു അഹദിഹിമ, അവർ രണ്ടുപേരും ചെയ്ത വാഗ്ദത്തങ്ങൾ, ജീവിതകാലത്ത് ആർക്കെങ്കിലും കൊടുക്കാമെന്നോ ചെയ്യാമെന്നോ പറഞ്ഞ വാഗ്ദത്തങ്ങളുടെ അത് നടപ്പിൽ വെക്കണം. അത് അവരോടുള്ള പുണ്യമാണ് കേട്ടോ, മരണപ്പെട്ടവരുള്ള പുണ്യമാണ്. ആ നിലക്ക് നമ്മളുടെ ജീവിതത്തെ വിശുദ്ധമാക്കാൻ ശ്രദ്ധിക്കുവാൻ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് ഞാൻ ഈ ഓതി വെച്ച ആയത്തുകളുടെ വിശദീകരണത്തിൽ മുഫസ്സിറുകൾ, അജ്മഅൽ മുഫസ്സിറുകൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ അറിയോ? അൽ ആബാഉ വൽ ഉമ്മഹാത്തു ബാബും മിൻ അബ്വാബിൽ ജന്ന, ഉമ്മയും ബാപ്പയും സ്വർഗത്തിന്റെ കവാടമാണ്. ഫമൻ അറാദ അൻ യഫ്തഹ ദാലിക, ആ കവാടം തുറക്കാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽ യൂസിനിലാം അബവൈഹി, മാതാപിതാക്കളോട് നന്മ പ്രവർത്തിച്ചേ പറ്റൂ. അവരെ വേദനിപ്പിക്കരുത്, അവർക്ക് സങ്കടമുണ്ടാകുന്ന ഒരു വാക്ക് പോലും നിന്റെ ഭാഗത്തുണ്ടായിരുന്നു കേട്ടോ. നീ അതുപോലെ തന്നെ അവരെ സന്തോഷിപ്പിക്കണം. അതൊക്കെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അപ്പം അതിലേക്കൊന്നും കടക്കാൻ നേരില്ല. എന്തായിരുന്നാലും വാർദ്ധക്യം പ്രാപിച്ച മാതാപിതാക്കളെ നമുക്ക് കിട്ടിയിട്ട് നമുക്ക് സ്വർഗം നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നരകത്തിലേക്കാണ് പോയതെങ്കിൽ പിന്നെ യാതൊരു വഴിയുമില്ല സ്വർഗത്തിൽ കേട്ടോ. നിങ്ങൾ ഈ നോമ്പും നോറ്റ് നിസ്കരിച്ചും ചെയ്ത് ഹജ്ജും ചെയ്ത് ഉംറയും നിർവഹിച്ചു കഴിഞ്ഞാൽ പണി കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട. നമ്മളെ പോറ്റി വളർത്തിയ നമ്മളുടെ മാതാപിതാക്കൾ, അതാണ് നമ്മളെന്ത്, നമുക്ക് വേണ്ടി കട്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്ന് എപ്പോഴും ചിന്തിക്കണം. എനിക്കും എൻ്റെ വളർച്ചക്കും എൻ്റെ നിലനിൽപ്പിനൊക്കെ വേണ്ടി അധ്വാനിച്ച ആ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കണം. അപ്പോഴെന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതാ റസൂല പറഞ്ഞത്, റഹിമ അൻഫുൻ 3 പ്രാവശ്യം റസൂല പറയാം. മൂക്ക് കുത്തി നരകത്തിലേക്ക് വീഴും. മൂക്ക് കുത്തി 3 പ്രാവശ്യം പറയാം. 3 പ്രാവശ്യം പറഞ്ഞെന്താ? റഹിമ അൻഫുൻ 3 പ്രാവശ്യം പറഞ്ഞു. മൂക്ക് കുത്തി മനുഷ്യന്മാർ നരകത്തിൽ വീഴും. എന്താ കാരണം? മൻ അദറക അബവൈഹി ഇൻദൽ കിബർ, വാർദ്ധക്യത്തിലേക്ക് എത്തിയ മാതാപിതാക്കൾ തൻ്റെ സ്വാധീനത്തിലേക്കും തൻ്റെ കഴിവിലേക്കും തൻ്റെ പരിമിതിയിലേക്കും തൻ്റെ കഴിവിലേക്കും തൻ്റെ വീട്ടിലേക്കും കുടുംബത്തിലേക്കും എത്തിക്കഴിഞ്ഞിട്ട് അഹദുഹുമാവു കിലാഹുമ, ചിലപ്പോൾ അവർ ഒരാളായിരിക്കും, ചിലപ്പോൾ ബാപ്പ മരിച്ചതിന് ശേഷം പിന്നെ ഉമ്മ മാത്രമായിരിക്കും അല്ലേ. അത്തരം ഉമ്മാനൊക്കെ നോക്കുന്ന മക്കളുണ്ടല്ലോ,
അവർ ശരിക്ക് പുണ്യം ചെയ്ത മക്കളാണ്. സാധാരണ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഭാര്യൻ്റെ അവസ്ഥ ഉണ്ടല്ലോ, സങ്കട. നേരെ മറിച്ച് ഭർത്താവ് മരിച്ച ഭാര്യ നാട്ടിലുണ്ടാവും, ഭാര്യ മരിച്ച ഭർത്താവ് നാട്ടിലുണ്ടാവില്ല, അതിലും വലിയ അപകടം. കാരണം എന്താ, മക്കൾക്ക് യാതൊരു ബാധ്യത ഇല്ലാണ്ടാവും അല്ലേ, നമ്മൾ കണ്ടുവരുന്നതല്ലേ. അവിടെയാണ് റസൂലുള്ളാഹി പറഞ്ഞത്, മാതാപിതാക്കളെ കിട്ടിയിട്ട് ഫലം യദ്ഖുൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചില്ലെങ്കിൽ അവൻ്റെ മൂക്ക് കുത്തി ആ നരകത്തിലേക്ക് പോവുക. അത് മാതാപിതാക്കളെ, പ്രായം ചെന്ന മാതാപിതാക്കളെ നമ്മളുടെ അധീനതയിൽ കിട്ടി നമുക്ക് അവരെ സന്തോഷിപ്പിക്കാനും. പല മക്കളും ഉണ്ടാവുമല്ലോ, ചിലപ്പം ചില മക്കൾ എന്ത് ചെയ്യും, ഞാൻ കൊണ്ടുപോയിക്കോളാം, അവിടെ എന്താ ഉണ്ടാകുക, വാശി ഉണ്ടാകുക നോക്കാൻ. ഉമ്മയും ബാപ്പ എന്താ കാരണം, സ്വർഗം കിട്ടാനുള്ള വയ്യാണല്ലോ. അപ്പം മക്കൾക്കിടയിൽ വാശി ഉണ്ടാവും അല്ലേ, ഞാനാ നോക്കണ്ടേ, ഞാൻ നോക്കും, ഞാൻ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം ഉള്ളതൊക്കെ ഞാൻ എങ്ങനെ ഒയ്യുന്ന, അതിനുള്ള പല ഐഡിയ എടുക്കുക അല്ലേ. എന്നിട്ട് ആ ഉമ്മ പ്ലാസ്റ്റിക്കിൻ്റെ സഞ്ചിയിട്ട് 5 ദിവസം അവിടെ പോയിക്കുക. ഒരു ദിവസം 5 ദിവസം പെങ്ങളവിടെ, 5 ദിവസം മൂത്ത മോൻ്റെ അവിടെ, 5 ദിവസം ചെറിയ മോൻ്റെ അവിടെ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സഞ്ചിയിട്ട് നടക്കുക അല്ലേ. ആ സങ്കടമൊക്കെ ഉണ്ടല്ലോ, തീർത്താ തീരൂല. നിങ്ങൾ എന്ത് നിലക്ക് ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങൾ എത്ര നല്ല നിലക്ക് താടി വെച്ചിട്ടും കാര്യമില്ല കേട്ടോ, മറന്നുകൊണ്ട. താടി വെച്ചാലൊക്കെ സുന്നത്തേ ആവുള്ളൂ. ഇത് അല്ലാഹുവിൻ്റെ റസൂല് നിർബന്ധമായി കൽപ്പിച്ചതാണ് വിശുദ്ധ ഖുർആനും പ്രവാചകൻ്റെ ശരീരം കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. എന്ത്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിച്ചു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എനിക്ക് അള്ളാഹുവിൻ്റെ അതായത് മുസ്ലിങ്ങൾ ശക്തമായ പീഡനം അനുഭവിക്കുക മക്കത്ത്, ശക്തമായ പീഡനം, സാധാരണ പീഡനം എന്നല്ല. എങ്ങനെ, ഉദിബ ബിന്നാർ, തീപ്പന്തം ശരീരത്തിൽ വെച്ച് കത്തുകയാണ്, വെച്ച് കെട്ടിയിട്ട് തീപ്പന്തം മുസ്ലിങ്ങളുടെ ശരീരത്തിൽ വെച്ച് കെട്ടിയിട്ട് കത്തിക്കുക, ആ കാലഘട്ടമാണ്. അപ്പോൾ ഒരാൾ വന്ന് നബിയോട് പറഞ്ഞു, നബിയെ, ഇതിനെതിരിൽ പോരാടാൻ ഞാൻ തയ്യാറാണ്. ഇനി പോരാടി തോൽക്കുകയാണെങ്കിലോ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ഹിജറ പോകാം മക്കത്ത് മദീനത്ത്, അതിനും ഞാനുണ്ട്. അതിനാ പറഞ്ഞത്. അക്ബൽ റജുൽ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ നബിൻ്റെ അടുത്ത് വന്നു, ഒരു സഹാബി. എന്നിട്ട് പറയുന്നത്, ഇസ്തദൻതു ലിൽ ജിഹാദ്, നബിയെ ധർമ്മസമരത്തിന് എനിക്ക് അനുമതി തരണം, യുദ്ധം ചെയ്യാനേ. ഈ ശത്രുക്കൾ ഇങ്ങനെ മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്ന ഇവരുമായി യുദ്ധം ചെയ്യാൻ പടച്ചവനെ അനുമതി തരണം. അല്ലാഹുവിൻ്റെ റസൂലിനോട് വന്ന് ചോദിക്കുക, ഞാനും കൂടെ വരാം. അവിടെ നമ്മളെ വിഷയം ഉബായുക അല ഹിജ്റ ഉൽ ജിഹാദ്, ധർമ്മസമരം ചെയ്യാമെന്നും പിന്നെ ഹിജ്റ, ഈ നാടും വീടും കുടുംബവും സ്വത്തും എല്ലാം ഉപേക്ഷിച്ച് ഞാൻ നിങ്ങളുടെ കൂടെ ഹിജ്റ വരാമെന്നും ഞാൻ നിങ്ങൾക്ക് ബയ്യത്ത് ചെയ്യുക, പ്രതിജ്ഞ ചെയ്യാം. അങ്ങനെ വെറുതെ അല്ല, അബ്തഗിൽ അൽ അജ്റ മിനല്ലാഹ്, അള്ളാഹിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രം. അല്ലാണ്ട് നിങ്ങളുടെ താല്പര്യമോ അല്ലെങ്കിൽ ലോകത്തുള്ള ആരെങ്കിലും ഞാനൊരു നല്ല ധീരനാണെന്ന് നാളെ പറയാനോ വേണ്ടിയല്ല, അള്ളാഹിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്. ഫക്കാല, അപ്പം നബിയുടെ ചോദ്യം, ഹൽ ലക മിൻ വാലിദൈക അഹദുൻ ഹയ്യുൻ, നിന്റെ മാതാപിതാക്കളിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? നബിൻ്റെ ചോദ്യം. ഇവിടെ അനുഭവിക്കുന്ന രംഗങ്ങൾ നോക്കണം. മുസ്ലിങ്ങൾ നിന്ന് കത്തുകയാണ്. ആ സമയത്താണ് ആ കത്തിക്കുന്നവർക്കെതിരെ ജിഹാദ് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് നബിൻ്റെ അടുത്ത് വരുന്നു. ആ വന്ന ആളോടാണ് നബി ചോദിക്കുന്നത്, ഞാൻ വരാമെന്ന് പറഞ്ഞപ്പം എൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? ഹല്ലക്ക മിൻ വാലിദൈക അഹദുൻ ഹയ്യ്, ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. കാല, നബി പറഞ്ഞു, ഫർജി ഇലാ വാലിദൈക്, നീ നിന്റെ മാതാപിതാക്കളിലേക്ക് മടങ്ങണം. ഇതിനേക്കാളൊക്കെ ഈ ഹിജറ ചെയ്യുന്നതിനേക്കാളും ഈ ജിഹാദ് ചെയ്യുന്നതിനേക്കാളും പ്രതിഫലമായിനാ. അങ്ങനെ നീ ഫർജി ഇലാ വാലിദൈക് ഫഹ്സിൻ സുഹബത്തുഹുമ, അവരോടുള്ള സഹവാസം നീ നന്നാക്കി, അതാണ് ഇതിനേക്കാൾ കൂലി. ഇതിനേക്കാൾ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ കൂലി, ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ കൂലി, ഹിജറ ചെയ്യുന്നതിനേക്കാൾ പ്രതിഫലം അതിനാ. എങ്ങനെയുണ്ട് ഇസ്ലാം? എത്ര പവിത്രം അല്ലേ, എന്തൊരു നിർദ്ദേശം. ഇതൊക്കെ ഉൾക്കൊണ്ടവരാണ് ആര്? വിശുദ്ധ ഖുർആന്റെ അനുയായികൾ കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഒരിക്കൽ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിക്ക് കൊടുത്തൊരു ഉപദേശമുണ്ട്, സഅദ് ബിൻ അബി വഖാസ് കൊടുത്തൊരു ഉപദേശമുണ്ട്. അതിലെന്താ അറിയോ, ഒരു ഉപദേശത്തിൽ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം പറയാണ്, സഅദ് ബിൻ അബി വഖാസ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഔസാനി റസൂലുള്ള, അള്ളാഹിൻ്റെ റസൂൽ എനിക്ക് വസിയത്ത് നൽകി, എനിക്ക് ചില ഉപദേശങ്ങൾ നൽകി. അതിൽ പെട്ടതാണെന്ത്, ലാ തുശ്രിക് ബില്ലാ, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. എങ്ങനെ? ഒയിൻ കുത്തിൽത്ത, നീ വധിക്കപ്പെടുന്ന ഘട്ടം വന്നാലും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തീപ്പന്തം വെച്ച് കത്തിക്കുന്ന അവസരത്തിൽ പോലും ശിർക്ക് ചെയ്യേണ്ടാന്ന്. ലാത്തെ കാക്കണെന്ന് വിളിച്ചു പ്രാർത്ഥിച്ചാൽ ആ കത്തലവിടെ നിൽക്കും, പക്ഷെ ചെയ്യരുത്. അങ്ങനെ ഒയിൻ കുത്തിൽത്ത ഔ ഹുരിക്ത, അല്ലെങ്കിൽ നീ കരിച്ചു കളയപ്പെടുക, ഇപ്പം തീ വെച്ച് കത്തിക്കാൻ പോവുക, ആ സമയത്ത് പോലും ശിർക്ക് ചെയ്യാൻ പാടില്ല. പക്ഷേ മാതാപിതാക്കൾ കൽപ്പിച്ചാൽ ശിർക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ.
ഇവിടെ എത്രത്തോളം പവിത്രമാണ് ആ വിഷയം നോക്കുക. എന്നിട്ടോ അദ്ദേഹം പറയാണ്, റസൂല പറയുന്നത്, ഒല തഴുക്കന്ന വാലിദൈക്ക, നിന്റെ മാതാപിതാക്കളെ നീ വേദനിപ്പിക്കരുത്. അത് പറഞ്ഞിട്ട് പറയാ, എങ്ങനെ വേദനിപ്പിക്കരുത്? ഒയിൻ അമറാക്കാൻ തഹ്റുജ മിൻ അഹ്ലിക്, നിന്റെ വെറുപ്പിക്കലുകൊണ്ട് എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു ഇജ്ജ് ഇവിടുന്ന് പോകണം, ഇജ്ജ് ഇവിടെ നിൽക്കരുത്, ഇജ്ജ് എൻ്റെ വീട്ടിൽ നിൽക്കണ്ട, പുറത്താക്കുകയാണ് അന്യ എൻ്റെ പെണ്ണുങ്ങളി കുട്ടികളി. പിന്നെ ആ പോരജ്ജി ഉണ്ടാക്കിയാണെങ്കിലോ, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പോരെ നമ്മളമ്മ പറയാണ് പ്രായമായപ്പം ഇജ്ജ് ഇവിടെ നിൽക്കണ്ട, ഇജ്ജ് ഇവിടുന്ന് പോകണം എന്ന് കൽപ്പിച്ചാലോ? അങ്ങനെ പറഞ്ഞാൽ എന്തുണ്ടാവും? ഇവിടെ ഇപ്പം ഓല് നയിച്ചുണ്ടാക്കിയ പോലെ നമ്മൾ ഓല ഒഴിവാക്കുന്ന കാലമാണ് അല്ലേ? എങ്ങനെയെങ്കിലും ഓല ഒഴിവാക്കാനുള്ള പണി നമ്മളും ഭാര്യയും കൂടിയും രാത്രി തലയണ മന്ത്രം നടത്തി ഉമ്മാനെ എങ്ങനെയെങ്കിലും അവിടുന്ന് ഒഴിവാക്കും അല്ലേ? നടക്കുന്ന കാര്യം അതല്ലേ? ഇവിടെ റസൂൽ പറയുന്നതോ, ഒലാ തഴുക്കന്ന വാലിദൈക്ക വൈൻ അമറാക്കാൻ തഹ്റുജുക മിൻ അഹ്ലിക വ മാലിക, നീ നിന്റെ കുടുംബം ഇവിടുന്ന് പോകണം, എൻ്റെ പൈസ ഇവിടെ വെക്കണം, നീ നയിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് കൊണ്ടാൻ പാടില്ല, പോകണം പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ആ സമയത്ത് പോലും നീ നിൻ്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കരുത്. അങ്ങനെയുണ്ട് ജീവിതത്തിൽ കഴിയുമോ? ഇപ്പം നമ്മളെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന കാരണം ഓല സ്വത്ത് ഓൽക്ക് ഇഷ്ടപ്പെട്ട ഏതോ മോന് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മളെ കച്ചറ അല്ലേ? നമ്മളെ പെങ്ങൾക്ക് എത്ര കൊടുത്തു, അല്ലെങ്കിൽ എൻ്റെ ഏട്ടനക്ക് എത്ര കൊടുത്തു, എൻ്റെ അഞ്ചനക്ക് എത്ര കൊടുത്തു. നിങ്ങൾ നയിച്ച പോരേന്ന് നിങ്ങളോട് പറയാണ് ഇവിടുന്ന് പോകണമെന്നാണ് ആ കേട്ടോളൂ. വേദനിപ്പിക്കരുത് പോലെ എന്ത് ഇസ്ലാം? ഇത്രയും പവിത്രവും മനോഹരവുമായ ഇസ്ലാമിൻ്റെ അനുയായികൾ. പക്ഷെ ഒരു കാര്യം ഉറപ്പാട്ടോ, ലോകത്തുള്ള എല്ലാ മതവിഭാഗത്തിൻ്റെയും നേതാക്കൾ പറയുന്നു വൃദ്ധസദനത്തിൽ മുസ്ലിങ്ങളാണ് കുറവ്. അതിൻ്റെ കാരണത പക്ഷേ നിരന്തരമായ ഉത്ബോധനം, നിരന്തരമായ ഇപ്പം ഞാൻ ഇവിടുന്ന് നടത്തുന്നുണ്ടെങ്കിൽ ഇതുപോലെ കേരളത്തിൻ്റെ എല്ലാ മെമ്പറുകളിൽ നിന്നും എന്താ പറയുക, ഹൃദയത്തിലേക്ക് എന്ത് ചെയ്യുക, ഫ്ലാഷ് ബാക്ക് ഇറങ്ങുന്നത് പോലെ അല്ലേ? ലൈറ്റ് ഹൗസ് ആണ്, ഹൃദയത്തിലേക്ക് അടിക്കുന്ന ലൈറ്റാണ് എന്ത് ഖുർആൻ മിമ്പറ. ആ മിമ്പറിൽ നിന്ന് നിരന്തരമായി ഖുത്ബകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് അതായിരിക്കാം ഒരു പക്ഷേ മാറ്റം. ചിലപ്പോൾ ചില ആളുകൾക്ക് എന്തായിരുന്നാലും ഇപ്പം ഈ ഖുത്ബ കേട്ട ഒരാൾ തൻ്റെ മാതാപിതാക്കളോട് ഏതെങ്കിലും നിലയ്ക്ക് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്തിഗ്ഫാർ ചെയ്തിരിക്കും, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അല്ലേ? ഉറപ്പല്ലേ? ഉമ്മ പറ്റിപ്പോയി, ഞാൻ ഓളെ വാക്ക് കേട്ടു, അല്ലെങ്കിൽ ഓൾ എന്നോട് നിർബന്ധിച്ചു, അതുകൊണ്ട് ചെയ്തു പോയതാണ്, നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. പക്ഷെ അതിനുവേണ്ടി ഓളെ വേദനിപ്പിക്കേണ്ട, ഉമ്മാനും പാപ്പാനും സന്തോഷിപ്പിക്കാൻ വേണ്ടി ഭാര്യനെ വേദനിപ്പിക്കേണ്ട, അത് വേറെ ശിക്ഷ. ചിലർ അങ്ങനെ ഉണ്ട്, അങ്ങനെ ഉമ്മാനും പാപ്പനും മാറ്റി നിർത്തിയുള്ള ഒരു പരിപാടിയില്ല, അതുകൊണ്ട് അനക്കതിനുള്ള എല്ലാ ശിക്ഷയും ഞാൻ തരും. അങ്ങനെ ആക്കരുത് കേട്ടോ. അങ്ങനെ അതും പാടില്ലാത്ത. പക്ഷെ എന്ത് വേണം? നമ്മളൊരു റിജാലു കവ്വാമുനാലി നിസാ, ഭാര്യമാരെ നീതിയുക്തമായ രൂപത്തിൽ നിയന്ത്രിച്ചു കൊണ്ടുപോകണം. അല്ലാണ്ട് ഓള് പറയുന്നത് 100% കേട്ട് ജീവിക്കുക, ഉമ്മനും പാപ്പനെയും അകറ്റിയാൽ നരകം ഉറപ്പാവും. അതുകൊണ്ട് സൂക്ഷിക്കട്ടോ. അപ്പം അതുകൊണ്ട് ഏറ്റവും നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ജിഹാദിനേക്കാളും ഹിജ്റയേക്കാളും പ്രാധാന്യമാണ് എന്ത്? മാതാപിതാക്കളെ രക്ഷപ്പെടുത്തല്ലേ? അപ്പം മാതാപിതാക്കൾ എന്ത് വേണം? വിശുദ്ധ ഖുർആനിൽ സൂറത്തിൽ ഇസ്രായേൽ അല്ല എന്താ പറഞ്ഞാൽ അറിയോ? വഖലാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹ്, വഖലാ റബ്ബുക, നിന്റെ റബ്ബ് കൽപ്പിച്ചിരിക്കുന്നു എന്തിന്? അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹ്, അള്ളാഹിനെ മാത്രമല്ലാണ്ട് ആരാധിക്കരുത്, ഒരാൾക്കും ആരാധന അർപ്പിക്കാൻ പാടില്ല അല്ലാഹ്ക്കല്ലാണ്ട്. അത് പറഞ്ഞു ഉടനെ പറയാം, ഓ ബിൽ വാലിദൈനി ഇഹ്സാന, ഉമ്മാക്കും ബാപ്പാക്കും നന്മ ചെയ്യണം. എങ്ങനെ നിങ്ങൾ നന്മ ചെയ്യുക ഉമ്മാക്കും ബാപ്പാക്കും? പണ്ഡിതന്മാർ വിശദീകരിച്ചു ഇഹ്സാൻ എങ്ങനെ ചെയ്യണം. അൽ ഇഹ്സാനു ഇലൽ അക്രബീൻ വ ഈസാലു മാ അംകന മിനൽ ഖൈരി ലഹും. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഇലൽ അക്രബീൻ, അടുത്ത രക്തബന്ധമുള്ള മാതാപിതാക്കൾക്കായാലും രക്തബന്ധമുള്ള ജ്യേഷ്ഠാനുജന്മാർക്കായാലും അനുജന്മാർക്കായാലും പെങ്ങന്മാർക്കായിരുന്നാലും നന്മ ചെയ്യേണ്ട എങ്ങനെ? ഈസാലു മാ അംകന മിനൽ ഖൈരി ലഹും, നിനക്ക് കഴിയും വിധമുള്ള നന്മ അവർക്ക് ചെയ്യാം. ഉമ്മക്കും ബാപ്പക്കും കഴിയും വിധം, നിന്നെക്കൊണ്ടാവുന്ന വിധം നന്മ ചെയ്യാം. വദ്ഫ മാ അംകന മിനൽ ശർരി അൻഹും, അവരുടെ നേരെ വരുന്ന അപകടങ്ങൾ കഴിയും വിധം തടുക്കുക. അവർക്ക് വരുന്ന അപകടം എന്താ? ഒന്ന് രോഗം തടുക്കണം അല്ലേ? മറ്റൊന്ന് ഏതെങ്കിലും കുടുംബത്തിലുള്ള ആൾക്ക് ഉമ്മാക്കും ബാപ്പാക്കും ഇതിൽ ഗൂഢാലോചന തടുക്കണം. അതാണ് ഈസാൻ. ഉമ്മനെയും ബാപ്പനെയും പുറത്താക്കാൻ വേണ്ടി മറ്റു മക്കൾ ശ്രമിക്കുന്നത് നിങ്ങൾ അറിയുന്നു, തടയണം. അതാണ് ഈസാൻ. അല്ലാണ്ട് നിങ്ങൾ ഉമ്മാക്കും ബാപ്പാക്കും ഹോട്ടലിൽ നിന്ന് പിന്നെ ഗൂഗിളിൽ ഓർഡർ ചെയ്ത ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാനല്ല. ഇപ്പം അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഒന്നും ഉണ്ടാക്കണ്ട, എല്ലാം ഓർഡർ ചെയ്താൽ മതി. അപ്പോൾ ഒരു ചിക്കൻ ബിരിയാണി കൊടുത്താൽ ഇഹ്സാനായെന്ന് വിചാരിക്കണ്ട. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അതല്ല,
എന്താണ് ഈസാലുമാ അംക്കനമിൽ ഖൈരിലവും അവർക്ക് ചെയ്യാൻ ആവുന്നത്ര നന്മ, അവർക്ക് അവരുടെ മനസ്സിന് സന്തോഷം ഉണ്ടാവാൻ. ഇപ്പം ചില സമയത്ത് അവർക്ക് സന്തോഷം അവിടെ ടൂറ് പോലെ കൊണ്ടുപോകണം. നമ്മളെന്തായാലും നമ്മളെ ഭാര്യയും മക്കളെയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും? ഉമ്മനും പാപ്പനും മെല്ലെ ഏട്ടലോട്ടേക്ക് മാറ്റും അല്ലേ? 2 ദിവസം മുമ്പ് തന്നെ നമ്മളെ പ്ലാൻ എന്താ? നമുക്ക് ഇവിടുന്ന് പോകണം, ഇത് നമുക്കൊരു ബലയാണ്. ആലോചിക്കുക, നിങ്ങളെ തോളിലേറ്റി ചുമലിലേറ്റി കൊണ്ട് നടന്ന ഉമ്മയും പാപ്പിയും അല്ലേ, എന്താ പറയാ? അപ്പോഴെങ്കിലും തോന്നണ്ടേ? ഒന്നുകിൽ നമ്മളെ ഭാര്യക്ക് തോന്നണം അല്ലേ? അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, കല്യാണം കഴിക്കുമ്പോൾ ദീനുള്ള പെണ്ണിജി കല്യാണം കഴിച്ചിരുന്നെങ്കിൽ തുഈനുബി അംരില്ലാഹിറ, പരലോകത്തിൻ്റെ കാര്യത്തിന് അവൾ നിന്നെ സഹായിക്കും. നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ അവൾ ഇടപെടും. നിങ്ങളെ ഉമ്മാനെയും ബാപ്പാനെയും അവഗണിച്ച് പെരുമാറുമ്പോൾ അവൾ ഇടപെടും. നിങ്ങൾ എന്ത് കളിയാണ് കളിക്കുന്നത്? നിങ്ങൾ മരിക്കണ്ടേ? ഇത് നിങ്ങളെ ഉമ്മയും ബാപ്പയല്ലേ? അവരുടെ രണ്ടാളുടെയും കാൽച്ചോട്ടിലല്ലേ നമ്മുടെ സ്വർഗ്ഗമുള്ളത്? നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അവരെ വേദനിപ്പിക്കരുത്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾ തിരിച്ചു പോയി എന്നാലോ, എന്നിട്ട് നിങ്ങൾ ചിലപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരും. നമ്മൾ എന്തിന് അവിടെ ടൂർ പോകുമ്പോൾ അവിടെ കൊണ്ടാക്കി വന്ന ഉടനെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പം നിങ്ങളെ കുട്ടികൾ പറയും വല്യമ്മനോട്, എന്ത് ഉമ്മ ഞങ്ങൾ സിംഗപ്പൂർ പോയി, അല്ലെങ്കിൽ നമ്മൾ മലേഷ്യയിൽ പോയി എന്നൊക്കെ കുട്ടികൾ പറയും. അപ്പം ആ സങ്കടം ഇവിടെ ഉണ്ടാവും. അപ്പോൾ അത് ചെയ്യലൊരു സാധനമാണ്. അവർക്ക് കഴിയുന്നത്ര നന്മ, അവരുടെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കണം, സൂറത്ത് ഉണ്ടാക്കണം നബി പറഞ്ഞിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് സന്തോഷം ഉണ്ടാകുന്നത് നമ്മളതിനെന്താ പറയായോ, നമ്മൾ താങ്ങി കൊണ്ടു നടക്കേണ്ടി വരും. അതുകൊണ്ടാണ് കൊണ്ടാകത്തത് അല്ലേ? എന്നെ കൊണ്ടാവില്ലേ? ആദ്യം നമ്മളെ പെണ്ണുങ്ങൾ പറയാ എന്നെ കൊണ്ടാവില്ലേ നോക്കാൻ. നിങ്ങൾ നോക്കുകയും കൊണ്ടാവില്ലേ? നിങ്ങൾ ഇപ്പം തന്നെ പെങ്ങളടുത്തുണ്ടായി കളി, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ഏട്ടൻ്റെ അടുത്തുണ്ടായി. അതൊക്കെ നമ്മൾ കേൾക്കും. എന്താ കാരണം? നമ്മളെ ഓളമ്മല്ലല്ലോ, നിങ്ങളമ്മല്ലേ. ശ്രദ്ധിക്കുക, വന്നു പോയിട്ടുണ്ടാവും, ഇസ്തിഗ്ഫാർ ചെയ്യുക, റബ്ബിനോട് മാപ്പ് ചോദിക്കുക. 24 മണിക്കൂറും കലങ്ങിയ കണ്ണോടുകൂടി ഉരുകിയ മനസ്സോടുകൂടി റബ്ബിനോട് പറയാം, പടച്ചോനെ യൗവനത്തിൻ്റെ പ്രായത്തിൽ ചെയ്യാൻ പാടില്ലാത്ത പലതും ചെയ്തു, ചിന്തിച്ചു, മാപ്പാക്കണം റബ്ബെ എന്ന് പറയണം. ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് വീണ്ടും ആവർത്തിക്കുന്നു. അതെല്ലാം ചെയ്യിപ്പിച്ച നിങ്ങളെ ഭാര്യയാണെങ്കിൽ അവരുടെ നേരെ പ്രതികാര നടപടിയായിട്ട് പോരും കേട്ടോ. അതൊരു ചീത്ത സ്വഭാവം. അത് അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള വിഷയം അതാണ്. ഭാര്യ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു കല്യാണം കഴിയുന്ന സമയത്ത് ഏൽപ്പിച്ചു തന്ന, അള്ളാഹിൻ്റെ നാമത്തിൽ നമുക്ക് ഏൽപ്പിച്ചു തന്ന ഒരു അമാനത്ത് മുതലാണ്. ആ അമാനത്ത് മുതൽ നിങ്ങൾ മരിച്ച അള്ളാഹിൻ്റെ അടുത്ത് എത്തുമ്പം ആ അമാനത്ത് മുതലും കേടുകൂടാണ്ട് അവിടെ എത്തിക്കണം. വെറും ഭാര്യനെ മാത്രം കുറ്റപ്പെടുത്തി സംസാരിക്കില്ല. ഭാര്യ പറയുന്നത് കേൾക്കുമ്പോൾ എന്തുണ്ടാവും? അത്താറജുലു ഇമ്രത്തവും, ഭാര്യനെ കേട്ട് നടക്കുന്ന ഹെൻപക്കട് പിയ്യാപ്പിളാവണ്ടെന്ന് ഞാൻ പറഞ്ഞ അർത്ഥം, വേറൊന്നും പറഞ്ഞില്ല. അത് ലോകാവസാനത്തിൻ്റെ അടയാളമാണ്. ഈ ഹെൻപക്കട് പിയ്യാപ്പിളായിട്ടുണ്ട്, ഓളെന്താ പറഞ്ഞത് അതുപോലെ അത് നിങ്ങൾ ആവരുത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം നിങ്ങളെ ഭാര്യ നിങ്ങൾ വേദനിപ്പിക്കുന്നല്ല. ഭാര്യനെ വേദനിപ്പിച്ചാൽ അതിന് വേറെ ശിക്ഷ ഉണ്ടാവും കേട്ടോ. റസൂൽ എന്താ പറഞ്ഞത്? മാ അക്രമൻ നിസാ ഇല്ലാ കരീം ഒമാ അഹാനഹുന്ന ഇല്ലാ ലഈം. നീചന്മാരായ ഭർത്താക്കന്മാരാണ് ഭാര്യമാരെ വേദനിപ്പിക്കുക കേട്ടോ. മാന്യന്മാരായ ഭർത്താക്കന്മാർ ഭാര്യമാരെ ആദരിക്കും. ഭാര്യമാരെ ആദരിക്കുന്ന ഭാര്യൻ്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ നമ്മളെ കൊണ്ടാവും വിധം ചെയ്തു കൊടുക്കുക അല്ലേ? അല്ലാണ്ട് ഓള് വരുമ്പോൾ നീച്ചിക്കാനാണോ? അല്ല. ഇപ്പോഴുള്ള എന്താ നമ്മളെ യൂത്ത് വൈബ്? ഭർത്താവിനൊന്നും ആദരിക്കേണ്ട, ഭർത്താവിൻ്റെ ഉമ്മനെ ആയിരിക്കേണ്ട, ഭർത്താവിൻ്റെ ബാപ്പനെ ആയിരിക്കേണ്ട, ഓള് ഇരിക്കുന്നോട്ടായിരിക്കും അല്ലേ? ഓള് വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഓൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ. നിങ്ങൾ വന്നോ വന്നില്ലുള്ളവർക്ക് വിഷയമല്ല. അതൊക്കെ നിങ്ങൾ പഠിപ്പിക്കണം. ആ തെർബിയത്ത് ട്രെയിനിങ് കൊടുക്കണം. ഓൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് TV കാണുന്നതല്ലാണ്ട് വാതിൽ ഓർക്കാൻ പറ്റില്ല. വൈൻ കാനത്ത് ഫിത്തന്നൂർന്ന, അടുക്കളയിൽ ജോലിയിലാണ് ഭാര്യ എങ്കിൽ പോലും ഭർത്താവ് വന്നാൽ ഉടനടി വന്നോളണം. ഉടനടി താമസം വരാൻ പാടില്ല. താമസം വന്നാൽ നല്ല ഭാര്യയല്ല അത്. നമ്മൾ വന്നിരിക്കുന്നു, നമ്മളെ മണം അവർക്ക് കിട്ടും. അറിയങ്ങൾ സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാർ. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും അവരെ വേദനിപ്പിക്കേണ്ട, ഉമ്മനെയും ബാപ്പനെയും തീരെയും വേദനിപ്പിക്കേണ്ട. ആ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. മരണത്തിന് മുമ്പ് തന്നെ സ്വർഗം മാതാപിതാക്കളെ കൊണ്ടും ഭാര്യയെ കൊണ്ടും ഭർത്താവിനെ കൊണ്ടുമൊക്കെ നേടിയെടുക്കാൻ സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഏത് പെണ്ണായാലും ആ പെണ്ണ് ഭർത്താവിനെ സന്തോഷിപ്പിച്ചുകൊണ്ടാണ് മരിക്കുന്നെങ്കിൽ സ്വർഗം ഉറപ്പാണ്. മഹദി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പരിശുദ്ധ റമളാനിലാണ് യാത്ര പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത്രമാത്രം സ്നേഹം കൊടുത്ത, ഇത്രമാത്രം നബിക്ക് സഹായം ചെയ്ത, പ്രബോധന രംഗത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കിട്ടിയപ്പോൾ വറഖത്ത് ബിൻ നൗഫലിൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയി, ആരാണ് വന്നത് നിങ്ങൾ വേദനിക്കേണ്ട,
നിങ്ങൾ അള്ളാഹു ലാ യുഹ്സീക്ക് അല്ലാഹു അബദൻ, നിങ്ങൾ ഒരിക്കലും അള്ളാഹു വേദനിപ്പിക്കുകയില്ല, സങ്കടപ്പെടുത്തൂല, വഷളാക്കൂല. അതുകൊണ്ട് വന്നത് ജിബ്രീൽ അലൈഹി ഇസ്ലാമാണെന്ന് ബോധ്യപ്പെടുത്താൻ ഉറക്കത്ത് ബിൻ നൗഫലിൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയി. സമ്പത്ത് കൊണ്ട് നബി ഒരുപാട് സഹായിച്ചു. ആ ഭാര്യ വിട പറയുമ്പോൾ മുത്ത് റസൂലിനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എൻ്റെ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു പ്രയാസമുണ്ടായിട്ടെങ്കിൽ എനിക്ക് നിങ്ങൾ മാപ്പ് തരണം. മരിക്കുന്ന സമയത്താണ് പറഞ്ഞു. നമ്മളോടാണ് അങ്ങനെ പറഞ്ഞെങ്കിലോ നമ്മൾ താളം തെറ്റൂലേ? പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുത്ത വഹി അതായിരുന്നു. എന്ത്? അയ്യുമാ ഇമ്രഅത്തിൻ മാത്തത്ത്, ഏത് ഭാര്യ മരിച്ചാലും, അത് നബിൻ്റെ ഖദീജ ബീവി മാത്രമല്ല, ഏത് ഭാര്യ, അയ്യുമാ ഇമ്രഅത്തിൻ മാത്തത്ത് സൗജുഹാ അൻഹാ റാളിൻ, ഭർത്താവ് മരിക്കുമ്പോൾ അവളെപ്പറ്റി തൃപ്തനാണെങ്കിൽ ദഖലത്തിൽ ജന്ന, അവൾക്ക് സ്വർഗ്ഗം ഉറപ്പായി. അപ്പം ഭർത്താവിനെ സന്തോഷിപ്പിക്കേണ്ട ബാധ്യത ഭാര്യയ്ക്കുണ്ട്, ഭാര്യനെ സന്തോഷിപ്പിക്കേണ്ട ബാധ്യത ഭർത്താവിനുണ്ട്, ഉമ്മനെയും ബാപ്പയും സന്തോഷിക്കേണ്ട ബാധ്യത ഉണ്ടാക്കുന്നുണ്ട്. മറക്കണ്ട കേട്ടോ. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. നമ്മൾ ഇനി എത്ര തന്നെ മാതാപിതാക്കൾക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ ചെയ്താലും, റസൂലുള്ള പറഞ്ഞൊരു വാക്കുണ്ട്, എത്ര അനുഗ്രഹം ചെയ്താലും അവർ ചെയ്തു തന്ന നന്മക്ക് പകരാവില്ല കേട്ടോ. അവർ നിങ്ങൾക്കറിയാലോ, കുട്ടികളാണ് സമയത്ത് നമ്മൾ കാട്ടിക്കും മൂത്രിക്കും, അവർ ഭക്ഷണം കഴിക്കുകയായിരിക്കും. ആ ഭക്ഷണത്തിൻ്റെ പാത്രം ഒരു കൈയിൽ പിടിച്ചുകൊണ്ട് മറ്റേ കൈ കൊണ്ട് നിങ്ങളെ ശുദ്ധി വരുത്തൂല്ലേ? ഒരിക്കലും ഒരു മടുപ്പ് തോന്നിയിട്ടില്ല. കിടക്കുമ്പോഴായിരിക്കും നിങ്ങൾ നിലവിളിക്കുക. നേരം വെളുത്ത് വൈകുന്നേരം വരെ ജോലി ചെയ്ത് കുടുംബത്തിൻ്റെ എല്ലാ കാര്യവും വീട്ടിൻ്റെ എല്ലാ കാര്യവും ചെയ്ത ആ പെണ്ണ് കിടക്കാനൊന്നും ഒരുങ്ങിയപ്പോഴേക്കും നിങ്ങൾ കരയാൻ തുടങ്ങി. ആ കുട്ടിനെ താലോലിച്ച് ഉറക്കി കെടുത്തിയിട്ട് അവൾ കെടുക്കുകയുള്ളൂ. അത്ര നമ്മളെ സഹായിച്ച ആളല്ലേ. ഇതൊക്കെ ചെയ്ത ആൾക്ക് ആ ഒരു നേരത്തെ മുലയൂട്ടിയ ആ ഉമ്മാക്ക് പകരാവില്ല നമ്മൾ എന്ത് ചെയ്താലും. റസൂലുള്ള പറയാണ്, ലാ യജിസി വലദുൻ വാലിദൻ ഇല്ലാ യജിദഹു മംലൂക്കൻ ഫയസ്തരിയഹു ഫയൂതിക. തൻ്റെ മാതാപിതാക്കളെ ഒരു യജമാനൻ്റെ കീഴിൽ കണ്ടെത്തുകയും അടിമകളാക്കി നമ്മളുടെ മാതാപിതാക്കൾ അവർ വെച്ചു, നമ്മളെ ഉമ്മയും ബാപ്പനെയും. അങ്ങനെ കാലം വരാലോ, ഇന്ത്യയിലേക്ക് ഇനി വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഉമ്മനെയും ബാപ്പനെയൊക്കെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോകും. ഇത് ഫൈൻ അടച്ചാൽ മാത്രമേ വിട്ടുതരുള്ളൂ. അങ്ങനത്തെ അവസ്ഥയിലേക്കൊക്കെ എത്താം കാലം പോകുമ്പോൾ അല്ലേ. അത്തരമൊരവസ്ഥയിൽ നിങ്ങൾ പണം ചെലവഴിച്ച് മോചിപ്പിച്ചാൽ പോലും മാതാപിതാക്കളോട് നിങ്ങൾ ചെയ്യാനുള്ള ബാധ്യത നിർവഹിച്ചില്ല എന്ന് റസൂൽ പറഞ്ഞു. അത്രത്തോളം ബാധ്യതയുള്ള ആളാണ് ആര്? മാതാപിതാക്കൾ. നമ്മൾ പണം കൊടുത്തിട്ട് അവരെ മോചിപ്പിച്ചാൽ പോലും എന്താവില്ല, പകരാവില്ല. അത്ര അനുഗ്രഹീതമായിട്ടും അത്രയും പവിത്രമായിട്ടുമാണ് ഇസ്ലാം നമ്മളോട് ഈ ബന്ധം വിശദീകരിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അർഹമുറാഹിമിനായ റബ്ബ് പുറത്തു മാപ്പായി തരട്ടെ. അവർ മാതാപിതാക്കളുടെ തൃപ്തിയും പൊരുത്തവും നേടി മരിച്ചു പിരിയാൻ സാധിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മാതാപിതാക്കളുടെ സംതൃപ്തി നേടുക വഴി അള്ളാഹുവിൻ്റെ തൃപ്തി നേടി സ്വർഗം ലഭിക്കുന്ന മുത്തക്കങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദി സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസിക്കും സാനിയൻ വ ഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ ജീവിതത്തിൽ പാർത്തണമെന്നും അതുവഴി സ്വർഗം കരസ്ഥമാക്കണമെന്നും ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂതലം വിട്ടുപിരിഞ്ഞ നമ്മുടെ ഒരുപാട് മാന്യന്മാരായ സഹോദരി സഹോദരന്മാരുണ്ട്. അള്ളാഹു അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബിൻ്റെ കോടതിയിലേക്ക് യാത്ര പോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു സ്വർഗീയ ആരാമത്തിൽ കഴിയാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും വലിയ കൊടിയ പാപം, ഇപ്പം നമ്മൾ ഏറ്റവും വലിയ കൊടിയ പാപത്തെ പറ്റി എണ്ണുമ്പോൾ എന്താ പറയുക? ആദ്യം അള്ളാഹുവിൽ പങ്കുചേർക്കുക അല്ലേ. ഒന്നാമത്തെ അതാ. ഒന്ന്, അലാ ഉനബ്ബിയുക്കും ബി അക്ബരിൽ കബായിർ, ഏറ്റവും വലിയ കൊടിയ പാപം ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ? റസൂൽ സഹാബത്തിനോട് ചോദിക്കുക. റസൂൽ അന്ന് ചോദിച്ചു, ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നു. അലാ ഉനബ്ബിയുക്കും ബി അക്ബരിൽ കബായിർ, അതും സലാസൻ 3 പ്രാവശ്യം നബി ആവർത്തിച്ച് ചോദിച്ചു, അലാ ഉനബ്ബിയുക്കും ബി അക്ബരിൽ കബായിർ. കാലം നബി പറഞ്ഞു, ഒന്ന് അൽ ഇഷ്റാഖു ബില്ലാ, അള്ളാഹുവിൽ പങ്കു ചേർക്കുക. ഉണ്ടോ? രണ്ടോ ഹുഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വേദനിപ്പിക്കൽ കൊടിയ പാപമാണ്, ചെറിയ പാപം എന്നല്ല. അതുകൊണ്ട് അത്തരം പാപങ്ങളിലൊന്നും പോയി പെടാതെ ഏറ്റവും മാന്യന്മാരായി ജീവിക്കുക. റസൂലുള്ള പറഞ്ഞു,
ഏറ്റവും പെട്ടെന്ന് ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ്, കൊടിയ പാപമാണ് മാതാപിതാക്കൾ. പെട്ടെന്ന് ശിക്ഷ വരും. റസൂൽ പറയാണ് അസ്റഉൽ ഉഖൂബ, ഏറ്റവും പെട്ടെന്ന് ശിക്ഷ വരുന്ന കാര്യം ഖത്തിയത്തുറ, പൊക്കിൾ കൊടി ബന്ധം മുറിക്കലാണ്. ഉമ്മനെയും ബാപ്പനെയുള്ള ബന്ധം മുറിച്ച് അവർ വേദനിപ്പിക്കലാണ്. പെട്ടെന്ന് ആ ശിക്ഷ വരിക. അത് ദുനിയാവിലും വരും, ആഖിറത്തിലും വരും. ഈ ഹദീസിനെ വിശദീകരിച്ചാണ്. ദുനിയാവിലും വരും. നമ്മളെ ഉമ്മനെയും ബാപ്പനെയും വേദനിപ്പിച്ചാലേ നമ്മളെ മക്കളാലോ അല്ലെങ്കിൽ അല്ലാത്ത രൂപത്തിലോ അള്ളാഹുവിൻ്റെ ശിക്ഷ വാനമിറങ്ങും. അള്ളാഹുവിൻ്റെ ശിക്ഷ അള്ളാഹിൻ്റെ കോടതിയിൽ നിന്ന് ഇറങ്ങും. അത് ഏറ്റവും പെട്ടെന്ന് വരിക. ആലോചിച്ചുകൾ, നമ്മൾ നമ്മളെ ഉമ്മനെയും ബാപ്പനെയും നോക്കാണ്ടിരിക്കാൻ വേണ്ടി എന്തെല്ലാം അടവാ ഉപയോഗിക്കില്ല അറിയോ? ചിലവരെന്താ പറയുക അറിയോ? ഓക്ക് പഠിക്കണം. ഇവിടെ ജിഹാദിന് പോകുന്നതിനെ പറ്റി അവിടെ പറഞ്ഞു. പോകാൻ പറ്റില്ല ജിഹാദ് നടത്തുന്നതിന്. അല്ലാണ്ട് ഓക്ക് പഠിക്കണം. ആർക്ക്? ഓളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക, പുതിയ കോഴ്സിന് ചേർന്നു. അതിന് അമ്മനെയും ബാപ്പയും നോക്കാണ്ടിരിക്കാനാണ്. എന്താണത്? ഇവൻ്റെ പേര് ആണെന്നാ? ഇപ്പം മുസ്ലിമാണോ? അള്ളാഹ് അമ്മയ്ക്കൂല ഇപ്പം മുസ്ലിമാണെന്ന് കേട്ടോ. അങ്ങനെ ഇപ്പം ഈ പള്ളിയിലിരിക്കുന്ന ഒരുപാട് യൂത്ത് വൈബുകൾ ഉണ്ടാവും. തിരുത്തണേ, ഞങ്ങളെ കുറ്റപ്പെടുത്തില്ല. നിങ്ങളെ കൽബിൽ അള്ളാഹുവിൻ്റെ ദീൻ കയറിയാൽ തീർച്ചയായും നിങ്ങളത്ര മനോഹരമായി ദീനിലേക്ക് വരാൻ കഴിയുന്ന തലമുറയല്ല മുതിർന്നവർ. പെട്ടെന്ന് വരും യുവാക്കൾ. കാരണം എന്താ? അവർക്ക് തെറ്റ് ബോധ്യപ്പെട്ടാൽ തിരുത്താൻ തയ്യാറുള്ള മനസ്സുണ്ട്. ഈ യൂത്ത് വൈബാന്ന് പറഞ്ഞിട്ടല്ല, ഒരു പെട്ടെന്ന് തിരുത്തും. കാരണം ഒരു വിദ്യാഭ്യാസപരമായിട്ട് കുറച്ചുകൂടി മുന്നോട്ടാണ്. അതുകൊണ്ട് ഒരു പെട്ടെന്ന് തിരുത്തും. പ്രായമുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം കുറവായതിനെ കൊണ്ട് വാശി കൂടും അല്ലേ? പക്ഷേ ഈ പുതിയ തലമുറക്ക് വാശി കുറവാണ്. അതിന് കാരണം എന്താ? ഒരു ഇൽമു കൊണ്ട് അറിവുണ്ടായവരാണ്, അറിവ് കൊണ്ട് അറിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാൽ കയറും, മനസ്സിലാവും, വേഗം മനസ്സിലാവും. അൽഹംദുലില്ലാ, അതൊരു വലിയ അനുഗ്രഹം തന്നെ. അതുകൊണ്ട് അള്ളാഹിൻ്റെ ശിക്ഷ പെട്ടെന്ന് വരും. എന്തിന്? മാതാപിതാക്കളെ മുറിച്ച്, ബന്ധം മുറിച്ച് പല തെറ്റുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ. ഇനിയോ റസൂല പറഞ്ഞ ഏറ്റവും പെട്ടെന്ന് പ്രതിഫലം കിട്ടലോ അതുദിന് തന്നെ. പെട്ടെന്ന് പ്രതിഫലം കിട്ടും. ഇന്നമിൻ അസ്രായി സവാബ് സിലത്തുറ ഉണ്ടോ? പെട്ടെന്ന് പ്രതിഫലം കിട്ടുന്ന കാര്യം നിസ്കാരമല്ല, നോമ്പല്ല, ഹജ്ജല്ല, മാതാപിതാക്കളെ സംരക്ഷിക്കണം. പെട്ടെന്ന് കൂലി ഉണ്ടാവും. നിങ്ങൾ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്കും അള്ളാഹിൻ്റെ പ്രതിഫലം വരും. അത് എഹത്തിലും കിട്ടും, പരലോകത്തും കിട്ടും കേട്ടോ. നമ്മളെ പ്രതിഫലം ആഗ്രഹിക്കുന്ന ആഖിറത്തിലെ പ്രതിഫലം. അപ്പോൾ ആഖിറത്തിലെ പ്രതിഫലം ആഗ്രഹിക്കുക. മാതാപിതാക്കൾ നമ്മളുടെ കൂടെ ഉണ്ടായാൽ ബർക്കത്തുണ്ടാവും കേട്ടോ. പ്രായമുള്ള മാതാപിതാക്കൾ കൂടെ ഉണ്ടായാൽ ബർക്കത്തുണ്ടാവുന്ന റസൂലുള്ള പറഞ്ഞു. അതുകൊണ്ട് ശ്രദ്ധിക്കുക. സ്വന്തം മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുക. റബ്ബിനോട് മാപ്പ് ചോദിക്കണം. മരിച്ചു പോയവരാണെങ്കിൽ റബ്ബിനോട് തീർത്ത് പറയണം. മരിക്കാത്തവരാണെങ്കിൽ ഇപ്പം പോയിട്ട് മാതാപിതാക്കളോട് പറയണം, ഉമ്മ ഉപ്പ തെറ്റ് പറ്റിപ്പോയി, വിവരക്കുറവ് കൊണ്ടാണ്, മാപ്പ് തരണം, ഞാൻ തിരുത്തും, ഞാൻ മറ്റൊരു ജീവിതം നിങ്ങൾക്ക് കാഴ്ചവെക്കും, നിങ്ങളോടുള്ള നന്ദി ഞാൻ തീർച്ചയായും മരണത്തിന് മുമ്പ് എന്നെക്കൊണ്ടാവും വിധം നിങ്ങൾക്ക് നന്മ ചെയ്തുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മാനോടും ബാപ്പനോടും കരഞ്ഞ് കലങ്ങിയൊക്കെ മനസ്സോടുകൂടി നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ ഉമ്മാനോടും ഉപ്പാനോടും ചെന്ന് പറയണം. ആ ഉമ്മയും ബാപ്പയും നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും മാപ്പ് തരും. കാരണം ആ കൽബ് അങ്ങനെയാണ്. നമ്മളമായിട്ടുള്ള മക്കളുമായിട്ടുള്ള കൽബല്ല, അത് പഞ്ഞി പോലെ ഉണ്ടാകുക. നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും ഒരു മാപ്പ് ചോദിക്കുമ്പോഴേക്കും അവരുടെ കണ്ണ് നിറയും. എൻ്റെ മോനോട് മാപ്പ് കണ്ടാണ്ട് അവർ കഴിയും അല്ലേ? അതുകൊണ്ട് ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിലേക്ക് പോകും മുമ്പ് വന്നുപോയ തെറ്റുകളെല്ലാം തിരുത്തിപ്പോകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിലേക്ക് പോകുമ്പോൾ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിഞ്ഞുകൊണ്ടും നരകമുക്തനാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടും യാത്ര പോകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പടച്ച തമ്പുരാൻ നമ്മെല്ലാം ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല മുഹബ്ബത്തീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിലേക്കുള്ള യാത്ര സ്വർഗത്തിലേക്കുള്ള യാത്രയാകാൻ സന്തോഷവാർത്ത അള്ളാഹു നേരത്തെ അറിയിക്കപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.